സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി അന്തരിച്ചു. 72 വയസ്സിലാണ് സീതാറാം യെച്ചൂരിയുടെ അന്ത്യം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യെച്ചൂരിയുടെ ആരോഗ്യനില. യെച്ചൂരി ഓർമ്മയായി എന്നുള്ള വിവരം, സങ്കടകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, കറ തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരിയെ എങ്ങനെ അനുസ്മരിക്കാം, ഓർത്തെടുക്കാം അദ്ദേഹത്തെ? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ച് ഇന്ന് വൈകുന്നേരം 3:03 സീതാറാം യെച്ചൂരിയുടെ അന്ത്യമുണ്ടായത്. കഴിഞ്ഞ 29-ാം തീയതി മുതൽ അദ്ദേഹം എയിംസിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ ശ്വാസകോശ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലായത്. ആദ്യം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദിവസം മുമ്പ് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ മോശകരമായ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 3 ദിവസം മുമ്പ് തന്നെ ഡോക്ടർമാർ അവരുടെ പ്രതീക്ഷകളെല്ലാം ഏകദേശം അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന് 72 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത്രത്തോളം ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു. അവസാന ദിവസങ്ങളിലൊക്കെ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇന്നലെയോടുകൂടി തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ ഏത് സമയത്തും അങ്ങനെ ഒരു മരണം സംഭവിക്കാം എന്നൊരു നിലയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 3:03 സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. എയിംസ് ആശുപത്രിയിൽ വെച്ചാണ് സീതാറാം യെച്ചൂരി അന്തരിച്ചത്. നന്നേ ചെറുപ്രായത്തിൽ തന്നെ SFIയിലൂടെ CPMലെത്തിയതാണ്. CPMന്റെ ഏറ്റവും ചെറുപ്പക്കാരനായ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സീതാറാം യെച്ചൂരി. കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നായകനായി നിന്നുകൊണ്ടാണ് പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്ന് 2 പേരുകൾ ഇന്ത്യയിൽ ആകമാനം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭകാരികളുടെ തലപ്പത്തേക്ക്, അങ്ങനെയുള്ള പോരാളികളുടെ തലപ്പത്തേക്ക് ഈ 2 പേരുകൾ എത്തുന്നത്. അവിടെ SFIയുടെ നേതാവും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റുമായിരുന്നു. പ്രകാശ് കാരാട്ടിന് ശേഷം സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി 3 തവണയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവ് ജീവിതവും അതോടൊപ്പം തന്നെ അറസ്റ്റും, അതിനൊക്കെ അപ്പുറത്തേക്ക് അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം JNUവിന്റെ ചാൻസലറായിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിൽ JNUവിലെ വിദ്യാർത്ഥികൾ യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തി. ഒടുവിൽ കുറച്ചുപേർ അകത്തേക്ക് എന്ന് ഇന്ദിരാഗാന്ധിയുമായി ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും മുഴുവൻ പേരെയും കയറ്റാതെ ഞങ്ങൾ അകത്തേക്കില്ല എന്ന നിലപാടിൽ യെച്ചൂരി സ്വീകരിക്കുകയായിരുന്നു. അതേ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ പ്രക്ഷോഭകാരികളെ കാണാൻ നേരിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് കടന്നു വരികയും ആ ഇന്ദിരാഗാന്ധിയെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് അത്ഭുതമെന്ന് തോന്നാം. ഏകാധിപതി എന്നൊക്കെ വിശേഷമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. പക്ഷേ ആ ഇന്ദിരാഗാന്ധിയാണ് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത്. അവരുടെ ആവശ്യങ്ങൾ പറയുന്നു. അവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്, പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് JNU വിദ്യാർത്ഥി യൂണിയന്റെ പ്രമേയം സീതാറാം യെച്ചൂരി വായിക്കുന്നത്. അത് അന്ന് ഇന്ത്യ ആകെ വലിയ ചർച്ചയായിരുന്നു. ആ പ്രമേയത്തിലെ ആവശ്യങ്ങൾ വായിക്കുകയും ഇന്ദിരാഗാന്ധി അത് കേൾക്കുകയും സമചിത്തതയോടുകൂടി അത് കേൾക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ JNUവിന്റെ ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ജനാധിപത്യത്തിന്റെ ഉന്നതമായ ബോധത്തിന്റെ തെളിവ് കൂടിയായിരുന്നു അന്നത്തെ കാലത്ത്. ആ കാലത്ത് തന്നെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ, അല്ലെങ്കിൽ SFI പ്രവർത്തന കാലത്ത് തന്നെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നേതാവായി സഖാവ് സീതാറാം യെച്ചൂരി മാറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം CPMന്റെ മുഴുവൻ സമയ അംഗമായി മാറി. മുഴുവൻ സമയ അംഗമായി മാറിയ ശേഷം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രധാനമായും ഉണ്ടായിരുന്നത്. 1984-ൽ EMS നമ്പൂതിരിപ്പാട് CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സീതാറാം യെച്ചൂരിയെ പ്രകാശ് കാരാട്ടിനെയും S രാമേന്ദ്രൻ പിള്ളയും അടക്കം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അന്ന് നന്നേ ചെറുപ്പക്കാരായിരുന്നു. 32 വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് സീതാറാം യെച്ചൂരി CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. 1985-ലാണ് CPM പുതിയ തലമുറ നേതൃത്വം വരണം എന്നുള്ള അഭിപ്രായം CPMൽ ഉയരുകയും അങ്ങനെ 85-ൽ ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുകയും ചെയ്തു. ഒരു 5-അംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ് രൂപീകരിച്ചത്. ഈ 5-അംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, S രാമേന്ദ്രൻ പിള്ള, P രാമേന്ദ്രൻ, സുനിൽ മൊയ്ത്ര, ഈ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇളമുറക്കാരൻ സീതാറാം യെച്ചൂരി ആയിരുന്നു. പ്രകാശ് കാരാട്ട് 37 വയസ്സും S രാമേന്ദ്രൻ പിള്ളയ്ക്ക് 47 വയസ്സുമായിരുന്നെങ്കിൽ അന്ന് 33 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സീതാറാം യെച്ചൂരിയും അങ്ങനെ CPMന്റെ PB അംഗമല്ലെങ്കിലും PBയിലേക്ക് പ്രത്യേക ക്ഷണിതമായി പങ്കെടുക്കാൻ കഴിയുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനത്തിലേക്ക്, പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള സംവിധാനമല്ല സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അല്ലാതെ തന്നെ പാർട്ടി ഭരണ സൗകര്യത്തിനു വേണ്ടി രൂപീകരിച്ചാണ് ആ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട്
ഹർകിഷൻ സിംഗ് സുർജിത്ത് സെക്രട്ടറി ആകുമ്പോൾ PB-യിലേക്ക് വരുന്നത് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും S രാമേന്ദ്രൻ പിള്ളയും ഒരുമിച്ചാണ് അന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. ഈ 3 പേരും അന്ന് ചെറുപ്പക്കാരുടെ നിരയിൽ വയസ്സിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇവരിൽ 3 പേരിൽ ഏറ്റവും ഇളയാൾ യെച്ചൂരിയാണ്. യെച്ചൂരിയെ